ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള 13 ലുക്സ് മാക്സിംഗ് ടിപ്സുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവറോൾ ലുക്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അവസാനത്തെ കുറച്ച് പോയിന്റ് മസ്റ്റായിട്ട് മിസ് ചെയ്യരുത്. ഫൈനലി നമ്മളും 100K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മച്ചാന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലുക്സ് മാക്സിൻ്റെ ഫുൾ ഗൈഡ് അല്ല ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സുകൾ മാത്രമാണ് പറയുന്നത്. ഈ പറയുന്ന ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. സോ അധികം സമയം കളയാതെ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ടിപ്പ് നമ്പർ 1, വൈറ്റനിങ് യുവർ ടീത്ത് യൂസിങ് വൈറ്റനിങ് സ്ട്രിപ്പേഴ്സ്. ബ്രഷിംഗ് ചെയ്തതിന് ശേഷം വൈറ്റനിങ് സ്ട്രിപ്പേഴ്സ് പല്ലിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം വലിച്ചിളക്കി കളയുക. ഇതുവഴി പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒട്ടുമിക്ക കറകളും പോകുന്നതാണ്. ഇതുവഴി ടീത്ത് കൂടുതൽ വൈറ്റ് ആവുകയും അതുപോലെ തന്നെ സ്മൈൽ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനും സാധിക്കും. ടിപ്പ് നമ്പർ 2, ഗ്രൂം യുവർ ഐബ്രോസ്. മൈക്രോബ്ലേഡ് യൂസ് ചെയ്ത് ഐബ്രോ ലെവൽ ചെയ്യുക. ഇതുവഴി ഒരുപാട് വളർന്നു കയറിയ ഐബ്രോ മാറി ക്ലീൻ ആൻഡ് വെൽ ഷേപ്പ് ഐബ്രോസ് കിട്ടുന്നതാണ്. ഐബ്രോസ് ക്ലീൻ ആൻഡ് ഷേപ്പ് ആകുന്നത് വഴി ഫേസിൻ്റെ ലുക്സിനെ ഓവറോൾ ഇംപ്രൂവ് ആക്കും. ടിപ്പ് നമ്പർ 3, ഫിക്സ് യുവർ പോസ്റ്റർ. സ്റ്റാൻഡ് ടോളറായി തോന്നിക്കാനും കോൺഫിഡൻ്റ് ആയിരിക്കാനും വേണ്ടിയിട്ട് പോസ്റ്റർ ഫിക്സ് ചെയ്യുക. പോസ്റ്റർ ഫിക്സിംഗ് ബെൽറ്റ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് പോസ്റ്റർ ഫിക്സ് ചെയ്യാവുന്നതാണ്. ടിപ്പ് നമ്പർ 4, സ്റ്റാർട്ട് എ സ്കിൻ കെയർ. ഡെയിലി ക്ലെൻസർ, മോയ്സ്ചറൈസർ ആൻഡ് മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇതുവഴി ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിൻ കിട്ടുന്നതാണ്. ടിപ്പ് നമ്പർ 5, ഗെറ്റ് എ ഹെയർ കട്ട്. ഫേസ് ഷേപ്പിന് മാച്ച് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ കണ്ടെത്തി ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക. ടിപ്പ് നമ്പർ 6, ഇൻവെസ്റ്റ് വെൽ ഫിറ്റഡ് ക്ലോത്ത്സ്. പ്രോപ്പർ ഫിറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് വിയർ ചെയ്യുന്നത് വഴി ഓവറോൾ ലുക്സിനെ സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് ആക്കുന്നു. ടിപ്പ് നമ്പർ 7, ട്രിം നോസ് ആൻഡ് ഇയർ ഹെയർ. സൈഡ് പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യാനും ഓവറോൾ ലുക്സ് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് നോസിലെയും ഇയറിലെയും ഹെയർ ട്രിം ചെയ്ത് കളയുക. ടിപ്പ് നമ്പർ 8, ഡ്രിങ്ക് പ്ലെനി ഓഫ് വാട്ടർ. ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടും ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ലതുപോലെ വെള്ളം കുടിക്കുക. ടിപ്പ് നമ്പർ 9, യൂസ് എ ഗുഡ് പെർഫ്യൂം. സ്മെൽ ഗുഡായിട്ടുള്ള പെർഫ്യൂം യൂസ് ചെയ്യുന്നത് വഴി മോർ അട്രാക്റ്റീവ് ഇംപ്രഷൻ കിട്ടുന്നതാണ്. അതുപോലെ സ്മെൽ ഗുഡായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 10, യൂസ് സിൽക്ക് ഓർ സാറ്റിൻ പില്ലോ കേസ്. ഹെയർ ബ്രേക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ആഗ്നി കുറയ്ക്കാനും സിൽക്ക് ആൻഡ് സാറ്റിൻ പില്ലോ കേസ് ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 11, സ്മൈൽ നാച്ചുറലി ഇൻ ഫോട്ടോസ്. അതായത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്മൈൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഏത് രീതിയിലുള്ള സ്മൈലാണ് നിങ്ങൾക്ക് സ്യൂട്ടാകുന്നത് അത് നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ട്രൈ ചെയ്യുക. ടിപ്പ് നമ്പർ 12, അപ്ലൈ വൈറ്റമിൻ സി സിറം. വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത് വഴി സ്കിൻ ബ്രൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യും. സോ മോർണിംഗ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടിപ്പ് നമ്പർ 13, എക്സ്ഫോളിയേറ്റ് യുവർ സ്കിൻ വീക്ക്ലി. ആഴ്ചയിൽ ഒരു തവണ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് വഴി സ്കിന്നിലുള്ള ഡെഡ് സെൽസ് എല്ലാം പോയി ക്ലീൻ ആൻഡ് ഫ്രഷ് ആകാൻ ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 14, ഹിറ്റ് ദ ജിം. നിങ്ങൾക്ക് ഓവറോൾ ലുക്സ് മോർ അട്രാക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലീൻ മസ്കുലർ ഫിസിക്ക് നേടിയെടുക്കുക. മാത്രമല്ല വർക്കൗട്ട് ചെയ്യുന്നത് വഴി ഹെൽത്ത്, സ്കിൻ, മൈൻഡ് സെറ്റ് എല്ലാം ഇംപ്രൂവ് ആകുന്നതാണ്. ടിപ്പ് നമ്പർ 15, യൂസ് ആക്സസറീസ്. ഔട്ട്ഫിറ്റ്സ് വിയർ ചെയ്യുമ്പോൾ ലുക്സ് എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ച് അല്ലെങ്കിൽ ചെയിൻ വിയർ ചെയ്യുക. ടിപ്പ് നമ്പർ 16, വിയർ ക്ലീൻ ആൻഡ് സ്റ്റൈലിഷ് ഷൂസ്. ഒരാൾ നമ്മളെ ആദ്യം കാണുമ്പോൾ ശ്രദ്ധിക്കുന്നതിൽ ഒന്നാണ് നമ്മൾ വിയർ ചെയ്യുന്ന ഷൂസ്. ക്ലീൻ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷൂസ് വിയർ ചെയ്യുന്നത് വഴി ഓവറോൾ ലുക്സ് എലവേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 17, യൂസ് റോസ് വാട്ടർ ഇൻ നൈറ്റ്. സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് ഓപ്പൺ പോർട്സ് കുറച്ച് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് റോസ് വാട്ടർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. ടിപ്പ് നമ്പർ 18, സ്ട്രെച്ച് എവറി ഡേ മോർണിംഗ്. ഹൈറ്റ് ഇൻക്രീസ് ആകാനും പോസ്ചർ കറക്റ്റ് ആകാനും സ്ട്രെച്ചിങ് ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 19, ഹൈഡ്രേറ്റ് യുവർ ലിപ്സ്. ലിപ് ബാം യൂസ് ചെയ്ത് ലിപ്പിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. അതുപോലെ SPF വരുന്ന ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സൺ എക്സ്പോഷറിൽ നിന്ന് വരുന്ന ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 20, മെയിൻറ്റെയിൻ യുവർ ബിയേർഡ്. താടി ഡ്രിം ആൻഡ് ഷേപ്പ് ആക്കുന്നത് വഴി ഫേസ് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നതാണ്. പാച്ചി ബിയേർഡ് ആണെങ്കിൽ ക്ലീൻ ഷേവ് ഓർ മറ്റ് ബിയേർഡ് സ്റ്റൈലുകളും ചൂസ് ചെയ്യാവുന്നതാണ്. ടിപ്പ് നമ്പർ 21, യൂസ് എ ഗുവാഷ ടൂൾ ഗെറ്റ് എ സ്ലിമ്മർ ഫേസ്. ഡെയിലി ഗുവാഷ ടൂൾ യൂസ് ചെയ്ത് മസാജ് ചെയ്യുന്നത് വഴി ഫേസ് ഫാറ്റ് കുറച്ച് ഫേസിൽ പഫിനെസ് റെഡ്യൂസ് ചെയ്ത് നല്ലൊരു സ്ലിം ഫേസ് കിട്ടുന്നതാണ്. എക്സ്പെഷ്യലി മോഡലാവാൻ നിൽക്കുന്നവർ മസ്റ്റായിട്ടും ഇത് യൂസ് ചെയ്യണം. ടിപ്പ് നമ്പർ 22, യൂസ് എ ഹൈഡ്രേറ്റിംഗ് ഫേസ് മാസ്ക്. വീക്കിലി ഒരു 2 ടൈംസ് ഹൈഡ്രേറ്റിംഗ് ഫേസ് മാസ്ക് യൂസ് ചെയ്യുക. ഇതുവഴി സ്കിൻ ക്വാളിറ്റി ഇംപ്രൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 23, റെഡ്യൂസ് സ്ക്രീൻ ടൈം സ്ട്രെയിൻ. ഒരുപാട് നേരം സ്ക്രീനിൽ നോക്കിയിരിക്കുക നമ്മളുടെ കണ്ണിനും ബ്രെയിനും കേടാണ്. സ്ക്രീനിൽ നിന്ന് ഒരുപാട് നേരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഗ്ലാസുകൾ വിയർ ചെയ്യുക. ടിപ്പ് നമ്പർ 24, ഇൻക്ലൂഡ് കാർഡിയോ. സൈക്ലിംഗ് ഓർ റണ്ണിങ് ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും ചെയ്യുക. ഇതുവഴി നമ്മളുടെ ഓവറോൾ സ്റ്റാമിന ഇംപ്രൂവ് ആകും. ടിപ്പ് നമ്പർ 25, നെക്ക് ട്രെയിനിങ്. ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്കിന് മസ്റ്റായിട്ടും ട്രെയിൻ ചെയ്യുക. ഇത് ഓവറോൾ ലുക്സ് ഇംപ്രൂവ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 26, സ്റ്റാർട്ട് മീവിങ്. ടങ് താഴ്ത്തി വയ്ക്കുക. നമ്മുടെ വായുടെ റൂഫിന് മുകളിൽ ടച്ച് ചെയ്ത് മൗത്ത് ബ്രീത്തിങ് ചെയ്യുക. ഇതുവഴി ജോലൈൻ ഡെവലപ്പ് ആകാൻ ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 27, കൺസ്യൂം ബയോട്ടിൻ ഓർ omega-3 സപ്ലിമെൻറ്റ്. ഈ 2 സപ്ലിമെൻറ്റ് നമ്മളുടെ ഹെയറിൻ്റെ ഹെൽത്തിനും വളരെയധികം യൂസ്ഫുൾ ആണ്. ഹെയർ കൂടുതൽ തിക്ക് ആവാനും സ്ട്രോങ് ആകാനും വേണ്ടി ഈ 2 സപ്ലിമെൻറ്റും ഹെൽപ്പ് ചെയ്യും.
ടിപ്പ് നമ്പർ 27 നോസ് മസാജ് ഫോർ റെഡ്യൂസ് നോസ് ഫാറ്റ്. മൂക്കിലെ ഫാറ്റ് കളയാനും ഷേപ്പ് ആകാനും വേണ്ടി ഡെയിലി നോസ് മസാജിങ് ചെയ്യുക. ടിപ്പ് നമ്പർ 28 ഐസ് ബാത്ത് ഫോർ ക്ലിയർ സ്കിൻ. വീക്ക്ലി 3 ടൈംസ് ഓർ ഡെയിലി മോർണിംഗ് ഐസ് ബാത്തിങ് ചെയ്യുക. ഇതുവഴി ഫേസിലെ പഫിനെസ് കുറയ്ക്കുകയും ആക്നി കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 29 യൂസ് അണ്ടർ ഐ ക്രീം ടു റെഡ്യൂസ് ഡാർക്ക് സർക്കിൾസ്. കണ്ണിലടിയിലായിട്ട് വരുന്ന ഡാർക്ക് സർക്കിൾസ് അതുപോലെ വ്രിങ്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ ഷവറിങ്ങിന് ശേഷമോ അല്ലെങ്കിൽ നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പോ അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. ടിപ്പ് നമ്പർ 13 നോ ഫാപ്പ്. ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും ഫാപ്പ് നിർത്തിയാലുള്ള ബെനിഫിറ്റുകൾ. പോൺ അഡിക്ഷൻ അതുപോലെ മാസ്റ്റർബേഷൻ എങ്ങനെ നിർത്താമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ലുക്സ് മാക്സിംഗ് ടിപ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നത്. അവസാനത്തെ ടിപ്പ് കുറച്ച് ഹാർഡാണെന്നറിയാം, എന്നിരുന്നാലും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലത്തെ മോർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് മെൻസ് ഗ്ലോ റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.